വെൽക്കം. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള മറ്റൊരു മെത്തേഡാണ് ജേണലിംഗ്. നമ്മൾ ജേണൽ എഴുതുമ്പോൾ ഒരു താങ്ക് യു നോട്ട് എഴുതുക. അതായത് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന 5 കാര്യങ്ങൾ എഴുതുക. ഇങ്ങനെ നിങ്ങൾ 5 കാര്യങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ വീക്ഷണകോണിനെ പോസിറ്റീവായിട്ട് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ഇത് രാവിലെ തന്നെ ചെയ്യണം. ഇങ്ങനെ നിങ്ങളുടെ വീക്ഷണകോണിനെ പോസിറ്റിവിറ്റിയിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സമൃദ്ധിയും പോസിറ്റിവിറ്റിയും ഉണ്ടാകും. ഇങ്ങനെ നിങ്ങൾ താങ്ക് യു നോട്ട് എഴുതും. നിങ്ങളുടെ ഹാപ്പിനെസ് വർദ്ധിക്കുന്നു, എനർജി ലെവൽ ഹൈ ആകുന്നു. രാവിലെ മൂവ് ചെയ്യുന്ന സമയത്ത്, രാവിലെ ചലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആക്റ്റീവ് മെഡിറ്റേഷൻ ചെയ്യാം. വോക്ക് സ്ലോലി, മെല്ലെ നടക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നടക്കുന്ന ഓരോ സ്റ്റെപ്പിലും ശ്രദ്ധ നൽകുക. ശരീരത്തിൻ്റെ മൂവ്മെൻറ്റിനെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ഇങ്ങനെ സ്വയത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട്, സ്വയത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ആക്റ്റീവ് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള കാമായിട്ടുള്ള ഒരു എഫക്റ്റിൽ. അതുപോലെ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞ സ്ട്രെച്ചിങ് എക്സസൈസുകളും മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുക. നിങ്ങൾ ഓരോ പ്രാവശ്യം സ്ട്രെച്ച് ചെയ്യുമ്പോൾ മസിൽസ് എത്രമാത്രം ലെങ്തൻ ആവുന്നു, കോൺട്രാക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഏകോപിപ്പിക്കുന്നതിനുള്ള വളരെ നല്ലൊരു മാർഗമാണ്. നിങ്ങളുടെ മസ്തിഷ്കത്തിലെ ഗ്രേ മാറ്റർ ഡെൻസിറ്റി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് മൈൻഡ്ഫുൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം പ്രയോജനകരമാണ്. ഗ്രേ മാറ്റർ ഇമോഷണൽ റെഗുലേഷനെ വളരെയധികം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് സഹായിക്കുന്നു. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ മാത്രമല്ല, നിങ്ങളുടെ ബ്രെയിനിൻ്റെ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റിയെ വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം സഹായകരമാണ്. ഈ മോഡേൺ നൂറ്റാണ്ടിൽ എല്ലാവർക്കും സ്ട്രെസ്സ്, അതുപോലെ തന്നെ പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യാനുള്ള കഴിവ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്, അതും രാവിലെ തന്നെ ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഓരോ ദിവസത്തെയും ഡിസിഷൻസ്, തീരുമാനമെടുക്കാനുള്ള ശക്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തമായ ക്ലാരിറ്റിയോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് വളരെയധികം സഹായകരമാണ്. ഓരോ സിറ്റുവേഷനിലും റിയാക്ട് ചെയ്യാതെ വളരെയധികം തോട്ട്ഫുള്ളായിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാൻ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് സഹായിക്കും. ഈ ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഓവറോൾ ലൈഫ് സാറ്റിസ്ഫാക്ഷനും സഹായിക്കും. സക്സസ്ഫുള്ളായ മിക്ക ആളുകളും മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾ പ്രാക്ടീസ് അവരുടെ മോർണിംഗ് റൊട്ടീൻ്റെ ഭാഗമാക്കി. ഏത് മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ തുടങ്ങുന്നോ അതിനനുസരിച്ച് അവരുടെ ആ ദിവസം മുൻപോട്ട് പോകുന്നു. അതിനാൽ ഒരു ദിവസം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തുടങ്ങുന്നതിനായിട്ട് അവർ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നു. അത് എൻ്റർപ്രനേഴ്സ് ആയിക്കൊള്ളട്ടെ, അത്ലറ്റ്സ് ആയിക്കൊള്ളട്ടെ, സ്പിരിച്വൽ ലീഡേഴ്സ് ആയിക്കൊള്ളട്ടെ, അവരെല്ലാവരും തന്നെ ഈ സെൻറ്ററിങ് ചെയ്യാനുള്ള പ്രാക്ടീസ് തീർച്ചയായിട്ടും ചെയ്യുന്നു. തുടക്കക്കാർക്ക് മെഡിറ്റേഷൻ്റെ ആഴത്തിലേക്ക് പോകുന്നതിന് പകരം, മൈൻഡ്ഫുൾനെസ്സിൻ്റെ ആഴത്തിലേക്ക് പോകുന്നതിന് പകരം കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. അതൊരു 5 മിനിറ്റ് ആയിക്കൊള്ളട്ടെ, 2 മിനിറ്റ് ആയിക്കൊള്ളട്ടെ, 3 മിനിറ്റ് ആയിക്കൊള്ളട്ടെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ആപ്പുകൾ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സിംപ്ലി ഡീപ് ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യാം. അതല്ലെങ്കിൽ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ മെല്ലെ മെല്ലെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിനെ ഡെവലപ്പ് ചെയ്യുക. മൈൻഡ്ഫുൾനെസ് എന്നാൽ നിങ്ങളുടെ വിചാരത്തെ കൺട്രോൾ ചെയ്യുകയല്ല, പകരം നിരീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ എനർജിയും കൂടുതൽ പ്രൊഡക്ടിവിറ്റിയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഹാബിറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. കഴിഞ്ഞ സീരീസിൽ കണ്ട ഏത് മോർണിംഗ് ഹാബിറ്റാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.